ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരം നോക്കാം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് വെർമസിലി കൊണ്ടുള്ള കേസരിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാണ്. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴോ അതല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോഴോ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെർമസിലിയാണ്. 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ടീസ്പൂൺ ബ്ലാക്ക് റെസിൻസ് ആണ്. ഇത് ഒരു 2 ടീസ്പൂൺ നട്ട്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ടൊന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരണം. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റിയിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെർമസിലി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അധികം ബ്രൗൺ നിറമാകണ്ട, ചെറിയൊരു ബ്രൗൺ നിറമായാൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ഇത് ഞാനൊരു 1.5 കപ്പ് ചൂടുവെള്ളമുണ്ട്, അതൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ചൂടുവെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുണ്ട് വരും. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ നെയ്യ് പുരട്ടാത്തൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത്. ഇത് സിലിക്കോണിൻ്റെ പാത്രമാണ്, അതുകൊണ്ടിട്ടാണ്. നിങ്ങളിതല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കണം. മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കറുത്ത മുന്തിരിയും അതുമൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അതൊന്ന് നന്നായിട്ടൊന്ന് ചേരാനായിട്ട് വീണ്ടും ഒന്ന് മുകളിലൊന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തണുത്ത് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെർമസിലിയുടെ കേസരി ഇവിടെ റെഡിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഡയമണ്ട് ഷേപ്പോ അതല്ലെങ്കിൽ സ്ക്വയറോ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു സ്വീറ്റ് റെസിപ്പി വീട്ടിൽ തയ്യാറാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. Please like, share and subscribe.